ഹലോ ഗൈസ്, വെൽക്കം ടു സിൽക്കൻ ഏജ് മലയാളം. ഇപ്പോൾ സിൽക്കൻ ഏജ് മലയാളത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു അടിപൊളി കിടിലൻ ഒരു സംഭവമായിട്ടാണ് വന്നിരിക്കുന്നത്. എന്താണെന്ന് തമ്പനയിൽ കണ്ടവർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പബ്ജിയുടെ ഒരു വിശേഷത്തിനെ പറ്റിയാണ്. വിശേഷം മാത്രമല്ല, എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്ന് ഇന്ന് നമുക്ക് നോക്കാം. നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട പബ്ജി ഇപ്പോൾ തിരിച്ചു വന്നിരിക്കുന്നു. തിരിച്ചു വന്നു പറഞ്ഞാൽ പൂർണ്ണമായും തിരിച്ചു വന്നിട്ടില്ല. എന്നാൽ നമുക്കിത് കളിക്കാൻ പറ്റും. അതെങ്ങനെയാണെന്നാണ് ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ഇതൊരു ബീറ്റ ടെസ്റ്റ് പ്രോഗ്രാമാണ്. അതിൽ എങ്ങനെ ജോയിൻ ചെയ്ത് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാമെന്ന് നോക്കാം. ഇത് വലിയ വ്യത്യാസമൊന്നുമില്ല, ഗ്ലോബൽ പബ്ജിയെ വെച്ച് വലിയ വ്യത്യാസമൊന്നുമില്ല. എന്നാൽ ഇത് പൂർണ്ണമായി ടെൻഷനിൽ നിന്ന് ഒഴിവാക്കിയ ഒരു പുതിയൊരു ഗെയിം ഡെവലപ്മെന്റ് നടത്തിക്കൊണ്ടാണ് വരുന്നത്. പക്ഷെ കാര്യങ്ങളും സംഭവങ്ങളും മാപ്പും കാര്യങ്ങളും ഗെയിമിങ്ങും എല്ലാം സെയിം തന്നെയാണ്. ഗ്ലോബൽ വെർഷന്റെ സെയിം തന്നെയാണ്. ഗ്ലോബൽ വെർഷനുമായി നമുക്ക് കളിക്കാൻ കഴിയും എന്നാണ് വിചാരിക്കുന്നത്. ഇത് മാത്രമല്ല, ഇത് ഇൻസ്റ്റാൾ ചെയ്ത് കളിക്കുന്ന വീഡിയോസ് അടുത്തതായി നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. ടെൻസെന്റിൽ നിന്ന് പുറത്തു വന്നതുകൊണ്ട് വലിയ ചേഞ്ച് ഒന്നും സംഭവിച്ചിട്ടില്ല. സെർവർ മാറി, സെർവർ സിംഗപ്പൂർ സെർവറായി. എന്നാൽ ഏഷ്യയായിട്ട് എല്ലാ പ്രദേശവുമായിട്ട് കളിക്കാമെന്ന് വിചാരിക്കുന്നു. ഞാനിപ്പോൾ ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്നുള്ളൂ. ഇൻസ്റ്റാൾ ചെയ്യുന്ന വീഡിയോസാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വന്നത്. ഇത് ഇനി അടുത്ത നമ്മുടെ ഒരു വീഡിയോയിൽ ഇത് കളിക്കുന്ന വീഡിയോസും അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ ഒട്ടും സമയം കളയാതെ തന്നെ വരൂ, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം പ്ലേ സ്റ്റോർ എടുക്കുക. അതിനുശേഷം ബാറ്റിൽഗ്രൗണ്ട് മൊബൈൽ ഇന്ത്യ എന്ന് അടിക്കുക. അതിനുശേഷം നിങ്ങൾ പ്രീ രജിസ്റ്റർ ഓൾറെഡി ചെയ്തവരാണെങ്കിൽ കുഴപ്പമില്ല. അത് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്രീ രജിസ്റ്റർ എന്ന് കൊടുത്ത് താഴെ കാണുന്ന ഡൗൺലോഡ് നൗ എന്ന ഒരു ആരോ മാർക്ക് നേരെ ഇട്ടിട്ട് ഒരു സംഭവം കാണിക്കും, ഒരു എബൌട്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് നേരെ ഒരു വെബ്സൈറ്റ് കാണാം. പബ്ജി ബാറ്റിൽഗ്രൗണ്ട് മൊബൈൽ ഇന്ത്യയുടെ ഒരു വെബ്സൈറ്റ്. ആ വെബ്സൈറ്റിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഇങ്ങനെ കാണാം, ബാറ്റിൽഗ്രൗണ്ട് മൊബൈൽ ഇന്ത്യയുടെ വെബ്സൈറ്റിലേക്ക് നിങ്ങൾ പ്രവേശിക്കണം. താഴെ കാണുന്ന ഏർലി ആക്സസ് നൗ എന്ന് അതിൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിൽ ടാപ്പ് ചെയ്ത ശേഷം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സ്ക്രീൻ കാണാം. നിങ്ങൾക്ക് ഈ ബീറ്റ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യണം. അപ്പോൾ ബിക്കം എ ടെസ്റ്റർ എന്ന താഴെ കാണുന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. കഴിഞ്ഞു, നിങ്ങളിപ്പോൾ ടെസ്റ്ററായി കഴിഞ്ഞു. ഇനി നേരെ അതിൽ കാണുന്ന നിങ്ങൾ ഇൻസ്റ്റാൾ ത്രൂ പ്ലേ സ്റ്റോർ അത് സെലക്ട് ചെയ്യുക. ശേഷം പ്ലേ സ്റ്റോറിൽ നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും, ഇൻസ്റ്റാൾ എന്ന് ഒരു ഐക്കൺ. ആ ഇൻസ്റ്റാൾ എന്ന ഐക്കണിൽ സാധാരണ നമ്മൾ ഗെയിംസ് ഇൻസ്റ്റാൾ ചെയ്യുന്ന പോലെ ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യുക. അത് ഓട്ടോമാറ്റിക്കലി തന്നെ ഇൻസ്റ്റാൾ ആയിക്കൊള്ളും. എത്ര ഈസിയാണല്ലേ ഇൻസ്റ്റാൾ ചെയ്യാൻ. ഇത്രയേ ഉള്ളൂ പരിപാടി. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവരുടെ ഫോണിലും പറ്റും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എല്ലാവരും വിഷമിച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട്, പഴയ ഡാറ്റകൾ നമുക്ക് ഈ ബാറ്റിൽഗ്രൗണ്ട് മൊബൈൽ ഇന്ത്യയിൽ ലഭ്യമാകുമെന്ന്. ഒട്ടും പേടി വേണ്ട, എല്ലാ ഡാറ്റാസും നമുക്ക് ഇതിൽ ലഭ്യമാകും. നമ്മുടെ സീസൺ മാത്രം പുതിയതായിരിക്കും, ബാക്കി എല്ലാ കാര്യങ്ങളും നമുക്ക് ലഭിക്കുന്നതാണ്. അതിനായി അതിൽ ട്രാൻസ്ഫർ ഫയൽ എന്നൊക്കെ കാണിക്കുന്നതാണ്. നിങ്ങളത് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവാം. ഞാനത് വീഡിയോയിലെ ഒരുപാട് ലെങ്ത് കൂടണ്ട എന്ന് കാരണമാണ് നിങ്ങൾക്ക് ഞാനത് കാണിക്കാത്തത്. നിങ്ങളത് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്കത് മനസ്സിലാവാം. അതിൽ തന്നെ കാണിക്കുന്നതാണ്. നിങ്ങൾ ഏത് അക്കൗണ്ട് വെച്ചാണ് ഇൻസ്റ്റാൾ ചെയ്ത് ആ അക്കൗണ്ട് വെച്ച് തന്നെ തുറക്കാൻ നോക്കുക. അപ്പോൾ നിങ്ങളുടെ പഴയ ഡാറ്റാസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.